ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ ടോക്കിയോ ഒളിമ്പിക്സ് 2021 കുറിച്ചാണ്. ആദ്യമായിട്ട് 2020 നടക്കേണ്ടിയിരുന്ന ടോക്കിയോ ഒളിമ്പിക്സ് കോവിഡ് വ്യാപനം കാരണം 2021 ജൂലൈ 21 ഓഗസ്റ്റ് 8 വരെ ആക്കി. അപ്പോൾ 2021 ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് എന്ത് നടന്നത്? ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. ടോക്കിയോ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോയാണ്. കാണികളില്ലാത്ത ആദ്യത്തെ ഒളിമ്പിക്സ് എന്നൊരു പ്രത്യേകത കൂടി ഈ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിന് ഉണ്ടായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം മീറട്ടോവയാണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം. 2021 ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻസ് എന്നായിരുന്നു. അപ്പോൾ യുണൈറ്റഡ് ബൈ ഇമോഷൻസ് എന്നതായിരുന്നു 2021 ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം. ഒളിമ്പിക്സ് മോട്ടോ എന്താണ്? സൈറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണൈറ്റർ എന്നതും കൂടി കൂട്ടിച്ചേർന്നു. അപ്പോൾ സൈറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസ്, കമ്മ്യൂണൈറ്റർ. ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ, ടുഗദർ എന്നാക്കി. ടുഗദറും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 2021 ടോക്കിയോ ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചത് നവോമി ഒസാക്ക ആയിരുന്നു. അപ്പോൾ നവോമി ഒസാക്ക എന്ന ടെന്നീസ് പ്ലെയർ ആണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചത്. ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ചാണ് ദീപം തെളിയിച്ചത്. ആ ഒരു പ്രത്യേകത കൂടി 2020 ടോക്കിയോ ഒളിമ്പിക്സിനുണ്ടായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് ജപ്പാൻ ചക്രവർത്തിയായിട്ടുള്ള നറുഹിതോ ഹിരോണോമിയാണ്. അപ്പം നറുഹിതോ ഹിരോണോമിയാണ് ജപ്പാൻ ചക്രവർത്തിയായിട്ടുള്ള നറുഹിതോ ഹിരോണോമിയാണ് ഉദ്ഘാടനം ചെയ്തത്. എവിടെയായിരുന്നു? നാഷണൽ സ്റ്റേഡിയം, ജപ്പാനിലായിരുന്നു ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. അപ്പം 2020 ടോക്കിയോ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചത് ടോക്കിയോ ആണ്. കോവിഡ് വ്യാപനം കാരണം 2021 ജൂലൈ 28 തൊട്ട് ഓഗസ്റ്റ് 21 തൊട്ട് ഓഗസ്റ്റ് 8 തീയതി വരെയാണ് നടന്നത്? ടോക്കിയോ ഒളിമ്പിക്സ് നടന്നത്. കാണികളില്ലാത്ത ആദ്യത്തെ ഒളിമ്പിക്സ് എന്ന പ്രത്യേകത ഉണ്ടായിരുന്നു. ഭാഗ്യചിഹ്നം മീറട്ടോവയാണ്. 2021 ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്താണ്? യുണൈറ്റഡ് ബൈ ഇമോഷൻസ് എന്നാണ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് മോട്ടോ ആയിട്ടുള്ള സൈറ്റിയസ്, ഓൾട്ടിയസ്, ഫോർട്ടിയസിൽ കമ്മ്യൂണൈറ്റർ എന്ന് പറയുന്ന വാക്കും കൂടി 2021 കൂട്ടിച്ചേർത്തു. ടുഗദർ എന്ന അർത്ഥം വരുന്നത്. ദീപം തെളിയിച്ചത് നവോമി ഒസാക്കയാണ്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര രാജ്യങ്ങൾ അണിനിരന്നു? 206 രാജ്യങ്ങളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ അണിനിരന്നത്. IOCയുടെ നേതൃത്വത്തിൽ അഭയാർത്ഥി ടീമും അതുപോലെ തന്നെ സ്വതന്ത്ര ഒളിമ്പിക് അത്ലറ്റ്സ് എന്ന ടീമും പങ്കെടുത്തു. അപ്പോൾ IOCയുടെ നേതൃത്വത്തിൽ അഭയാർത്ഥി ടീമും സ്വതന്ത്ര ഒളിമ്പിക് അത്ലറ്റ്സ് എന്ന് പറയുന്ന ടീമും പങ്കെടുത്തിട്ടുണ്ട്. ഇനി 2020 ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ആര്? USA ആണ് 2020 ഒളിമ്പിക്സിൽ മെഡൽ നിലയിൽ ഒന്നാമതെത്തിയ രാജ്യം. 39 സ്വർണം, 41 വെള്ളി, 33 വെങ്കലം. എങ്ങനെ 113 മെഡലുകളാണ് ആർക്ക് ലഭിച്ചത്? USAക്ക് ലഭിച്ചത്. അപ്പം USAക്ക് 113 മെഡലുകളോടെ ഒന്നാം സ്ഥാനത്തെത്തി. 39 സ്വർണം, 41 വെള്ളി, 33 വെങ്കലം എന്നിങ്ങനെയാണ് മെഡൽ നേട്ടം. രണ്ടാമത് ചൈനയും മൂന്നാമത് ജപ്പാനും എത്തി. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 48ആണ്. 48ാം സ്ഥാനമാണ് ഇന്ത്യക്ക് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ലഭിച്ചത്. 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ 1 സ്വർണം, 2 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 7 മെഡലുകളാണ് ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സിൽ കിട്ടിയത്. മാർച്ച് പാസിൽ ഇന്ത്യ 21ാം സ്ഥാനത്താണ് അണിനിരന്നത്. അപ്പം മാർച്ച് പാസിൽ ഇന്ത്യ 21ാമത് പൊസിഷനിലാണ് അണിനിരന്നത്. ഇനി 2020 ഒളിമ്പിക്സിലെ ഉദ്ഘാടന വേളയിൽ മാർച്ച് പാസിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരങ്ങളാണ് ആര്? മേരി കോമും മൻപ്രീത് സിംഗും. അപ്പോൾ മേരി കോമും മൻപ്രീത് സിംഗുമാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പതാക ഏന്തിയത്. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ സമാപന വേളയിൽ മാർച്ച് പാസിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ബജ്റംഗ് പൂനിയയാണ്. അപ്പം മേരി കോമും മൻപ്രീത് സിംഗുമാണ് ഉദ്ഘാടന വേളയിലെ മാർച്ച് പാസിൽ പതാക ഏന്തിയത്. സമാപന വേളയിൽ ആരാണ് പതാക ഏന്തിയത്? ബജ്റംഗ് പൂനിയയാണ് ഇന്ത്യയുടെ പതാക ഏന്തിയത്.
അടുത്തത്, ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിക്കാൻ 2 മലയാളികൾക്കാണ് അവസരം ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തേതാണ് ഷൈനി വിൽസൺ. 1992 ബാഴ്സലോണയിൽ നടന്ന ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ പതാക ഏന്തുന്നത്. അപ്പോൾ 1992 ബാഴ്സലോണയിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആര് പതാക ഏന്തുന്നത്? ഷൈനി വിൽസൺ പതാക ഏന്തുന്നത്. ആദ്യമായി ഇന്ത്യൻ ടീമിനെ നയിച്ച വനിത കൂടിയാണ്. അപ്പോൾ ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത കൂടിയാണ് ആര്? ഷൈനി വിൽസൺ. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. 2004 ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യൻ പതാക വഹിക്കാൻ മലയാളികൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. 1992 ഷൈനി വിൽസണും 2004 അഞ്ജു ബോബി ജോർജും. ഇനി ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അത്ലറ്റ് താരം ആരാണ്? ഹെൻഡ് സാസ. അപ്പോൾ ഹെൻഡ് സാസയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം. സിറിയൻ ടേബിൾ ടെന്നീസ് താരമാണ്. അടുത്തത്, ഏറ്റവും പ്രായം കൂടിയ താരം 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ആരാണ്? മാരി ഹന്നയാണ്. അപ്പോൾ മാരി ഹന്നയാണ് ടോക്കിയോ ഒളിമ്പിക്സിലെ ഏറ്റവും പ്രായം കൂടിയ താരം. ഓസ്ട്രേലിയൻ കുതിര സവാരിക്കാരിയാണ് ആര്? മാരി ഹന്ന. അടുത്തത്, ഫെൻസിങ്ങിൽ ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? CA ഭവാനി. അപ്പോൾ CA ഭവാനി ഫെൻസിങ്ങിൽ വാൾപ്പയറ്റിൽ ഇന്ത്യയിൽ നിന്ന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്. അത് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ സെയിലിംഗ് പായ്വഞ്ചി ഓട്ടത്തിൽ ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് നേത്ര കുമാനൻ. അപ്പോൾ നേത്ര കുമാനൻ ആരാണ്? പായ്വഞ്ചി ഓട്ടം സെയിലിങ്ങിൽ ഒളിമ്പിക്സ് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയ്ക്ക് ഷൂട്ടിങ്ങിലാണ് കിട്ടിയത്. 10 മീറ്റർ എയർ റൈഫിളിൽ ചൈനയുടെ യാങ് കിയാൻ എന്ന് പറയുന്ന ഷൂട്ടറിനാണ് ആദ്യമായിട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. അപ്പോൾ ചൈനയുടെ യാങ് കിയാനാണ് ആദ്യത്തെ സ്വർണ്ണ ജേതാവ് ടോക്കിയോ ഒളിമ്പിക്സിൽ. 10 മീറ്റർ റൈഫിളിലായിരുന്നു അത്. അടുത്തത്, ഇന്ത്യയുടെ നേട്ടങ്ങൾ അറിയാം. 2020 ഒളിമ്പിക്സിലാണ് നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. നീരജ് ചോപ്ര എറിഞ്ഞ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 87.58 ആയിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 87.58 ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എറിഞ്ഞ ഡിസ്റ്റൻസ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആരാണ്? മീരാഭായ് ചാനു ആണ്. മീരാഭായ് ചാനു ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയത്. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലായിരുന്നു മീരാഭായ് ചാനുവിന് മെഡൽ ലഭിച്ചത്. ഇനി 2000 സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ കർണം മല്ലേശ്വരിക്ക് ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ താരം വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ മെഡൽ നേടുന്നത്. അപ്പോൾ 2000 കർണം മല്ലേശ്വരി നേടിയതായിരുന്നു വെയ്റ്റ് ലിഫ്റ്റിങ്ങിലെ ഏറ്റവും അവസാനത്തെ മെഡൽ എന്ന് പറയുന്നത്. അതിനുശേഷം ആർക്ക് കിട്ടി? മീരാഭായ് ചാനുവിന് കിട്ടി. രവികുമാർ ദാഹിയയ്ക്ക് വെള്ളി കിട്ടി. ഗുസ്തി വിഭാഗത്തിൽ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി വിഭാഗത്തിൽ രവികുമാർ ദാഹിയയ്ക്ക് വെള്ളി മെഡൽ. അതുപോലെ തന്നെ PV സിന്ധുവിന് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും കിട്ടി. വ്യക്തിഗത ഇനത്തിൽ 2 മെഡൽ നേടുന്ന രണ്ടാമത്തെ താരമാണ് ആര്? PV സിന്ധു. 2016 റിയോ ഒളിമ്പിക്സിൽ അവർക്ക് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ അവർക്ക് വെങ്കല മെഡലും കിട്ടി. അടുത്തത്, ലവ്ലിന ബോർഗോഹെയ്ൻ. ഇന്ത്യക്കായി ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ ബോക്സിംഗ് താരമാണ് ആര്? ലവ്ലിന ബോർഗോഹെയ്ൻ. ആദ്യം കിട്ടുന്നത് വിജേന്ദർ സിംഗിന്. 2008 വിജേന്ദർ സിംഗിന് ബോക്സിങ്ങിൽ മെഡൽ ലഭിച്ചിട്ടുണ്ട്. 2012 മേരി കോമിനും ലഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2020 ലവ്ലിന ബോർഗോഹെയ്നാണ് വെങ്കല മെഡൽ ലഭിച്ചത്. ബജ്രംഗ് പൂനിയയ്ക്ക് ഗുസ്തിയിൽ മെഡൽ നേടുന്ന 6ാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? ബജ്രംഗ് പൂനിയ. അപ്പം നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ 87.58 മീറ്റർ. അത് ഓർത്ത് വയ്ക്കുക. ഫീൽഡിലും ട്രാക്കിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് കൂടിയാണ് ആര്? നീരജ് ചോപ്ര. അതുപോലെ തന്നെ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മീരാഭായ് ചാനു ആണ്. 49 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിങ്ങിലാണ്. രവികുമാർ ദാഹിയയ്ക്ക്
57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളി ലഭിച്ചിട്ടുണ്ട്. PV സിന്ധുവിന് വെങ്കലം. അതുപോലെ തന്നെ ലവ്ലിന ബോർദോഹെയ്നിന് ബോക്സിങ്ങിൽ വെങ്കല മെഡൽ. ബജ്രംഗ് പൂനിയയ്ക്ക് ഗുസ്തിയിൽ വെങ്കല മെഡൽ. ഇനി 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. നീണ്ട 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഹോക്കിയിൽ മെഡൽ ലഭിക്കുന്നത്. ഇനി 1980 മോസ്കോ ഒളിമ്പിക്സിലെ സ്വർണ്ണമാണ് ഇന്ത്യയുടെ അവസാനത്തെ ഒളിമ്പിക്സ് മെഡൽ. ഹോക്കിയിൽ 1980 മോസ്കോയിലെ സ്വർണ്ണ മെഡലാണ് ഇന്ത്യയുടെ അവസാനത്തെ മെഡൽ. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? മൻപ്രീത് സിംഗ് ആയിരുന്നു. അപ്പോൾ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? മൻപ്രീത് സിംഗ് ആയിരുന്നു. ഇനി ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള മലയാളി ആരായിരുന്നു? PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള മലയാളി. അടുത്തത് പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ ഏതൊക്കെയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ? കരാട്ടെ ഉൾപ്പെടുത്തി, സ്കേറ്റിംഗ് ബോർഡ് ഉൾപ്പെടുത്തി, സർഫിങ്, സ്പോർട്ട് ക്ലൈംബിങ്, സോഫ്റ്റ് ബോൾ അഥവാ ബേസ്ബോൾ. ഇതൊക്കെയാണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്തിയ കായിക ഇനങ്ങൾ. ഇത് ബേസ്ബോൾ അല്ലെങ്കിൽ സോഫ്റ്റ് ബോൾ, അതുപോലെ തന്നെ സ്പോർട്ട് ക്ലൈംബിങ്, ദെൻ കരാട്ടെ, സ്കേറ്റിംഗ് ബോർഡ്, സർഫിംഗ്, ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ്, വേഗമേറിയ താരം. 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിലെ എലൈൻ തോംസൺ ആണ് വേഗറാണി. ജമൈക്കയുടെ എലൈൻ തോംസൺ ആണ് 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ വേഗറാണി. 10.61 സെക്കൻഡാണ് അവരെടുത്തത്. അപ്പം 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ വേഗറാണി ആരാണ്? എലൈൻ തോംസൺ ആണ്. 10.61 സെക്കൻഡാണ് എടുത്തത്. ഇനി പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ വേഗരാജാവ് ആരാണ്? ലെമോൺ മഴ്സലോ ജേക്കബ്. മഴ്സൽ ജേക്കബ് എന്ന് പഠിച്ചാൽ മതി. മഴ്സൽ ജേക്കബ് ആണ് വേഗരാജാവ്. 9.80 സെക്കൻഡാണ് എടുത്തത്. 2016 2012 ആരായിരുന്നു? ഉസൈൻ ബോൾട്ട് ആയിരുന്നു വേഗരാജാവ്. 2012 2016 ഉസൈൻ ബോൾട്ട് ആയിരുന്നു. 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ ആരാണ് വേഗരാജാവ്? മെഴ്സൽ ജേക്കബ്സ് ആണ്. മെഴ്സൽ ജേക്കബ്സ്, ഇറ്റലിയുടെ മെഴ്സൽ ജേക്കബ്സ് ആണ്. 9.8 സെക്കൻഡാണ് എടുത്തത്. വേഗറാണി ആരാണ്? എലൈൻ തോംസൺ ആണ്. 10.61 സെക്കൻഡാണ് എടുത്തത്. ഇനി ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര ഇന്ത്യൻ കായിക താരങ്ങൾ? 127 ഇന്ത്യൻ കായിക താരങ്ങളാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. 9 മലയാളികളുണ്ടായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര മലയാളികളുണ്ടായിരുന്നു? 9 മലയാളികളുണ്ടായിരുന്നു. അതിൽ PR ശ്രീജേഷ് ഹോക്കിയിൽ PR ശ്രീജേഷ് ഉണ്ടായിരുന്നു. നീന്തലിൽ സാജൻ പ്രകാശ് ഉണ്ടായിരുന്നു. M ശ്രീശങ്കർ ലോങ് ജമ്പിൽ. KT ഇർഫാൻ 20 കിലോമീറ്റർ നടത്തി. 20 കിലോമീറ്റർ വോക്ക് റേസിൽ KT ഇർഫാൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ക്വാളിഫൈ ആയത് ആരാണ്? KT ഇർഫാൻ ആണ്. ഓക്കെ. അടുത്തത് ജാബിർ MB 400 മീറ്റർ ഹർഡിൽസിൽ. മുഹമ്മദ് അനസ്, അതുപോലെ തന്നെ അമോ ജേക്കബ്, നിർമ്മൽ നോഹ്, അലക്സ് ആൻ്റണി, ഇവരെല്ലാം 4x400 മീറ്റർ റിലേയിലുമാണ്. അപ്പം സാജൻ പ്രകാശ് നീന്തലിൽ, PR ശ്രീജേഷ് ഹോക്കിയിൽ, M ശ്രീശങ്കർ ലോങ് ജമ്പിൽ, KT ഇർഫാൻ ആദ്യമായിട്ട് ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്ത അത്ലറ്റ് കൂടിയാണ്. 20 കിലോമീറ്റർ നടത്തത്തിലാണ്. ജാബിർ MB 400 മീറ്റർ ഹർഡിൽസിൽ. പിന്നെ മുഹമ്മദ് അനസ്, അതുപോലെ തന്നെ അമോജ് ജേക്കബ്, നിർമ്മൽ നോഹ്, അലക്സ് ആൻ്റണി, ഇവരെല്ലാം 4x400 മീറ്റർ റിലേയിലാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി ആരാണെന്ന് ചോദിച്ചാൽ CK ലക്ഷ്മണാണ്. 1924 പാരീസിൽ വെച്ച് നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഹർഡിൽസ് ആയിരുന്നു ഇവൻ്റ്. അപ്പം ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി പങ്കെടുത്ത മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് CK ലക്ഷ്മണാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയും കായിക താരമല്ലാത്ത വ്യക്തിയും ആരാണെന്ന് ചോദിച്ചാൽ അരുൺ ബേസിൽ മാത്യു ആണ്.
കോതമംഗലം സ്വദേശിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും കോവിഡ് ലൈസൺ ഓഫീസറുമായിരുന്നു ആര്? അരുൺ ബേസിൽ മാത്യു. അപ്പോൾ അരുൺ ബേസിൽ മാത്യു ആണ് ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മാർച്ച് പാസിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച മലയാളിയും അതുപോലെ തന്നെ കായിക താരമല്ലാത്ത വ്യക്തിയും. ഓക്കെ, കായിക താരമല്ലാത്ത ഏത് മലയാളിക്കാണ് അവസരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ അരുൺ ബേസിൽ മാത്യു ആണ്. കോതമംഗലം സ്വദേശിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറും കോവിഡ് ലൈസൺ ഓഫീസറും ആയിരുന്നു. അടുത്തത് 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ താരം KT ഇർഫാൻ ആണ്. KT ഇർഫാൻ വാക്ക് റേസ്, അതായത് നടത്ത മത്സരത്തിലാണ് ക്വാളിഫൈ ആയത്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900-ലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 1900-ലാണ് ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അടുത്തത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചത് 1927-ലാണ്. ദൊറാബ്ജി ടാറ്റയായിരുന്നു 1927 ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ പ്രസിഡൻറ്റ്. നിലവിലെ പ്രസിഡൻ്റ് ആരാണ്? PT ഉഷയാണ്. അടുത്തത് ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? നീരജ് ചോപ്രയാണ്. ആദ്യത്തേത് കിട്ടിയത് ആർക്കാണ്? അഭിനവ് ബിന്ദ്രയ്ക്ക് ഷൂട്ടിങ്ങിലാണ്. രണ്ടാമത്തേത് കിട്ടിയത് അത്ലറ്റിക്സിലാണ്, നീരജ് ചോപ്രയ്ക്കാണ്. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ വനിത ഷൈനി വിൽസൺ ആണ് 1992. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത PT ഉഷയാണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കർണം മല്ലേശ്വരിയാണ്. അപ്പോൾ കർണം മല്ലേശ്വരിയാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രചോദനമേകാൻ AR റഹ്മാൻ സംഗീതം നൽകിയ ഇയർ സോങ് ആലപിച്ചത് ആരാണ്? അനന്യ ബിർളയാണ്. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് പ്രചോദനമാകാൻ AR റഹ്മാൻ സംഗീതം നൽകി ഇയർ സോങ് ആരംഭിച്ചത് ആരാണ്? അനന്യ ബിർളയാണ്. അടുത്തത് വ്യക്തിഗത ഇനത്തിൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ആര്? അഭിനവ് ബിന്ദ്ര. നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ സ്വർണ്ണ മാർക്കായിരുന്നു നീരജ് ചോപ്രയ്ക്കായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന ആദ്യ വ്യക്തിയാണ് ആര്? KD ജാദവ്. KD ജാദവ് 1952 ഒളിമ്പിക്സിലാണ് പങ്കെടുത്തത്. KD ജാദവ് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്ന് വ്യക്തിഗത മെഡൽ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ആര്? KD ജാദവ്. അടുത്തത് ഒളിമ്പിക്സിൻ്റെ വേദികൾ. 2012 ലണ്ടനിലായിരുന്നു. 2016 റിയോ ഡി ജനീറോയിലായിരുന്നു. 2020 കോവിഡ് വ്യാപനം കാരണം 2021 നടന്നത് ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടായിരുന്നു. 2024 എവിടെയായിരുന്നു? പാരീസിൽ വെച്ചിട്ട് റീസെൻ്റായിട്ട് കഴിഞ്ഞതേ ഉള്ളൂ. 2028 ഇനി നടക്കാൻ പോകുന്നത് എവിടെ വെച്ചാണ്? ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ്. അടുത്തത് 2032 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ വെച്ചിട്ടാണ്. അപ്പോൾ 2012 എവിടെ വെച്ചിട്ടാണ്? ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. 2016 റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടായിരുന്നു. 2020 ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചിട്ടും 2024 പാരീസിൽ വെച്ചിട്ടായിരുന്നു. 2028 ലോസ് ആഞ്ചൽസിലും 2032 ബ്രിസ്ബണിലും വെച്ചിട്ടായിരുന്നു.